അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും സമാദരണീയരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിമന്യരായ നേതാക്കൾ, പ്രസ്ഥാന കുടുംബത്തിലെ മഹാന്മാരായ ഉലമാക്കൾ, സയ്യിദ്, പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ, പ്രിയമുള്ളവരെ, നമ്മുടെ പ്രസ്ഥാന കുടുംബം ഒന്നിച്ച് ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിൽ ആചരിക്കുന്ന മീലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ദർശനം എന്ന പ്രമേയത്തിലൂന്നിയുള്ള വൈവിധ്യവും വ്യത്യസ്തവുമായ ഒരുപാട് മീലാദ് പരിപാടികളുടെ ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകൾ പാടിയും പറഞ്ഞും തിരുദൂതരുടെ ജീവിതത്തെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചും പരിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ചും പരിചയപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന മഹത്തായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കേരള മുസ്ലിം ജമാഅത്തും ജാമിയ മർക്കസും ഒരുമിച്ച് ചേർന്ന് ഇവിടെ ഈ ഒരു അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ആലോചിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്ത ഒരു പരിപാടിയാണ്. അൽഹംദുലില്ലാഹ്, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ ഒരു മഹാസമ്മേളനത്തിൽ, സംഗമത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ കർമ്മഗോതകളിൽ വിരാജിക്കുന്ന ഒരുപാട് ആളുകൾ, സമുന്നതരായ ഉലമാക്കളും അതുപോലെ മീലാദ് പാടിയും പറഞ്ഞും മനോഹരമായ ഇമ്പമാർന്ന കർണാനന്ദകരമായ ഇശലുകളിലൂടെ മൗലിദ് പാരായണം ചെയ്യുന്ന പ്രത്യേക സംഘത്തിൻ്റെ മൗലിദ് പാരായണമടക്കം ഈ വേദിയെ വർണ്ണാഭമാക്കും, സന്തോഷകരമാക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മാനവകുലത്തിന്, മനുഷ്യവംശത്തിന്, മറ്റു ഇതര എല്ലാ ജീവി വർഗങ്ങൾക്കും, ജീവിക്കുന്ന ചുറ്റുപാടുകൾക്കും, പ്രകൃതിക്ക് പോലും ഒരുപാട് സന്ദേശങ്ങൾ നൽകിയ, ദർശനങ്ങൾ നൽകിയ, ജീവിതമാണ് സന്ദേശമെന്ന് പറയാൻ കഴിയുന്ന വിപുലമായ ജീവിത സമ്പത്തിൻ്റെ, ദർശനങ്ങളുടെ സമ്പത്തിൻ്റെ ആശയങ്ങളും സംഭവങ്ങളും സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ, തിരുദൂതരോടുള്ള മുഹബ്ബത്ത് പ്രകടിപ്പിക്കാൻ, തൻ്റെ ജീവിതത്തിൽ തൻ്റെ മറ്റാരെക്കാളും കൂടുതലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുഹബ്ബത്ത് കാണിക്കുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമെന്ന് വിശ്വസിക്കുന്ന, അത്തരം സന്ദർഭങ്ങളെ ഹൃദയത്തിലേറ്റി, നെഞ്ചേറ്റി അത്തരം വേദികളിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട പ്രവർത്തകരോട് ആ തിരുദൂതരുടെ സന്ദേശങ്ങളെ, ദർശനങ്ങളെ, ആഹ്വാനങ്ങളെ
ജീവിതത്തിൽ കാണിച്ചു തന്ന ഓരോ മുത്തുകളെയും പെറുക്കിയെടുത്ത് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്, നമ്മുടെ മനസ്സുകളിൽ കോറിയിടേണ്ടതുണ്ട് എന്ന് മാത്രം സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. വളരെ വേഗത്തിൽ സംഘടിപ്പിച്ച ഒരു പരിപാടി എന്നുള്ള നിലയിൽ പരിപാടി കുറ്റമറ്റതാക്കിയിട്ട് നല്ല നിലയിൽ സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ഇതിൻ്റെ സംഘാടക സമിതി ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇവിടേക്ക് ഒഴുകി വന്ന മുഴുവൻ ആളുകളെയും ഇതിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ നേരത്തെ ദഫ് സംഘങ്ങളുടെയും സ്കൗട്ടിൻ്റെയും അകമ്പടിയോടുകൂടി മനോഹരമായ ഒരു ജാഥ ഈ നഗരിയിലേക്ക് കടന്നു വന്നു. അതിനെ നാം എല്ലാവരും സ്വീകരിച്ചു. തുടർന്ന് ഇവിടെ ഔപചാരികമായി ഈ സമ്മേളനം ആരംഭിക്കുകയാണ്. ഒരുപാട് ഉന്നതരായ നേതൃത്വം, വലിയ ആലിമീങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അടക്കം ഇതിൽ സംബന്ധിക്കാൻ വേണ്ടി വരികയാണ്. അവരോരോരുത്തർ അതാത് സന്ദർഭങ്ങളിൽ ഇവിടേക്ക് വരും എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി പ്രത്യേകമായ ഒരു സംഘം മൗലിദ് പാരായണം ചെയ്യുന്ന ഗൾഫ് രാഷ്ട്രത്തിൽ നിന്നുള്ള ഒരു സംഘം പ്രതിനിധികൾ അവരും ഈ വേദിയിലേക്ക് കടന്നു വരുമെന്ന സന്തോഷ വാർത്ത നിങ്ങൾ അറിയിച്ച് ഞാൻ എൻ്റെ കടമയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മഹത്തായ സമ്മേളനം അധ്യക്ഷം വഹിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദാണ്. റയീസുൽ ഉലമ കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരും. ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. ഇതിൽ സന്ദേശ പ്രഭാഷണം നടത്തുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ബഹുമാന്യനായ പൊന്മള ഉസ്താദ് വേദിയിലെത്തും. പ്രമേയ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സി മുഹമ്മദ് ഫൈസി സംസാരിക്കും. അന്താരാഷ്ട്ര മൗലിദ് സംഘമായ അൽ മാലിദ് ഗ്രൂപ്പിൻ്റെ അന്താരാഷ്ട്ര മൗലിദ് ഉണ്ടാകും. ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡന്റ് സയ്യിദ് അലി ബാഫിഖി തങ്ങൾ, സയ്യിദ് കുടുംബത്തിലെ നമ്മുടെ കാരണവർ വേദിയിൽ വന്ന് നമ്മെ അനുഗ്രഹിക്കും, ദുആ ചെയ്യും. അതോടൊപ്പം ഈ ചടങ്ങിന് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് മഗ്രിബ് നിസ്കാരാനന്തരം UN സെക്രട്ടറി ജനറലിൻ്റെ പ്രത്യേക ഉപദേഷ്ടാവ് ഷെയ്ഖ് അബ്ദുള്ള മഅത്തൂഖ് ഇവിടെ മുഖ്യ അതിഥിയായിട്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിഥിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നമ്മളോട് സംസാരിക്കും. ആമുഖമായി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസരിയുടെ പ്രഭാഷണമുണ്ടാകും. അതോടൊപ്പം നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഷെയ്ഖുന AP ഉസ്താദിൻ്റെ പ്രൗഢഗംഭീരമായ മദ്ഹുർ റസൂൽ പ്രഭാഷണമുണ്ടാകും. അവരൊക്കെ അതാത് സന്ദർഭങ്ങളിൽ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയും കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളവർകൾ പ്രഭാഷണം നടത്തും. സമസ്തയുടെ സെക്രട്ടറിയും കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സെക്രട്ടറിയുമായ പേരോട് ഉസ്താദിൻ്റെ പ്രഭാഷണമുണ്ടാകും. അങ്ങനെ ഒരുപാട് ആളുകളുടെ മഹനീയമായ സാന്നിധ്യം ഈ പരിപാടിയിൽ ഉണ്ടാകും. ഇതിൻ്റെ ആദ്യം മുതൽ അന്ത്യം വരെ പരിപാടി ശ്രവിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരെയും ഞാൻ ഈ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സ്റ്റേജിൽ ഉപവിഷ്ടരായ ഒരുപാട് സയ്യിദമാർ, ഒരുപാട് നേതാക്കളുണ്ട്. ആരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. എല്ലാവരെയും ഈ സന്തോഷകരമായ ചടങ്ങിലേക്ക്, ഈ വേദിയിലേക്ക് സഹർഷം സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട്
ജാമിയ മർക്കസിനു വേണ്ടി അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിലേക്ക് വന്നുചേർന്ന നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, distinguished guests, respected leaders, and dear brothers, it is my honor to welcome you to the International Milad Conference, Calicut, on this blessed occasion. We gather today to commemorate the birthday of Holy Prophet Sallallahu Alaihi Wasallam under the auspices of Kerala Muslim Jamaat and Jamia Markazus Saqafat Sunniya. We are privileged to host esteemed guests, including international Madh troops, who will enrich this grand program. Tonight's highlights include the annual Madhur Rasul talk by Sultanul Ulama Sheikh Abu Bakr Ahmad and the gracious presence of Sheikh Abdullah Mahtoub, along with other distinguished international guests. This spiritual gathering promises to be a captivating experience, blending spiritually, inspiration, and cultural richness. I am confident that it will leave an indelible mark on our hearts. Once again, I extend a warm welcome to each of you, thanking you for joining us. Assalamu alaikum wa rahmatullahi wa barakatuh.